നമസ്കാരം. ഞാൻ ഇന്ത്യൻ മാർഷൽ കളരിവർമ്മ ഗുരുകുലത്തിലെ കർണാടക മാഷാണ്. ഇപ്പോൾ എടുക്കുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന രീതിയിലുള്ള അടിയടി ചവിട്ട് അങ്ങനെ ഉണ്ടാകുന്നത് ആയുധങ്ങളില്ലാത്ത ഒരു അക്രമിയെ കീഴ്പ്പെടുത്തുന്ന വിധമാണ് ഇപ്പോൾ കാണിക്കുന്നത്. വളരെയേറെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വേണ്ടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ മർമ്മസ്ഥാനം ജാമ്പറുകൾ എന്ന് പറഞ്ഞാൽ മർമ്മസ്ഥാനമാണ് ഇപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ജാമ്പറുകളിൽ നിന്നും കൃഗാടികൾ എന്നും പറയുന്ന മർമ്മസ്ഥാനം, 2-3 പേരൊക്കെ ഓരോ മർമ്മസ്ഥാനത്തിനുണ്ട് കേട്ടോ. അതേസമയം സ്ഥാനം ഒന്നായിരിക്കും, പേര് പല വിധത്തിൽ വരും. തമിഴിൽ വേറൊരു പേര് വരും. ഞാൻ പഠിപ്പിക്കുന്നതിൽ കൂടുതൽ ഭാഗങ്ങളും ആയുർവേദത്തിലുള്ള പേരുകളാണ് തരുന്നത്. അതാണ് ഡോക്ടേഴ്സൊക്കെ പഠിക്കുന്ന ആ പേരാണ് തരുന്നത്. എല്ലാവർക്കും പഴയ കാലത്തെ പേരുകൾ കുറേ ഉണ്ട്, എങ്കിലും കഴിയുന്നു നമ്മുടെ പേരുകളാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലാണ് കൃഗാടികൾ എന്ന് പറയുന്നത് മർമ്മസ്ഥാനമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിൽ നോക്കുക, ശ്രദ്ധിക്കുക. കൃഗാടി നോക്കി. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തലയെയും കഴുത്തിനെയും തമ്മിൽ ചേർക്കുന്നതും കോടിമർമ്മത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള മൃദുലമായ ചെറു കുഴിയിലാണ് ഈ മർമ്മം. അതാ ഇത് നോക്കി കണ്ടോ, ശ്രദ്ധിക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, നോക്കി. ഇതാണ് മർമ്മസ്ഥാനം. ഇതാണ് കോടി മർമ്മസ്ഥാനത്തിൻ്റെ കോടി. ഇതിൻ്റെ ഈ രണ്ട് കുഴികളാണ്. ഇതാണ് ഇവിടെ പൊട്ടിപ്പോയാൽ ഇവിടെ മുറിവലിച്ച സംഭവം മരണം തീർച്ചയാണ് കേട്ടോ, പിന്നീട് ഉണ്ടാവില്ല. പക്ഷേ ഈ മർമ്മസ്ഥാനത്താണ് ചരിച്ചാണ് വെട്ടുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ഈ വെട്ടുന്നത്. ഈ വെട്ടോടുകൂടി ഇവിടെ ബോധം ഉണ്ടാവില്ല. ഇങ്ങനെ അതിന് എന്താ ക്ഷതം പറ്റിയ എന്താ പറ്റുക? ഇവിടെ ശക്തമായി ക്ഷതമേറ്റാൽ ഉടൻ മരണം തന്നെ ഫലം. ആഘാതം കുറവായാൽ ബോധം മറിഞ്ഞ് താഴെ വീഴും. കഠിനമായ തലവേദനയും വിറയലും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. ഇയാൾ ശത്രു വീണ് കഴിഞ്ഞു, പിന്നെ ഒന്നും നോക്കാനില്ല, ഒറ്റ വെട്ട്. ആ വെട്ട് നമ്മുടെ ഈ അതായത് കളരി വെട്ടുന്ന മാതിരി തന്നെ ഇത് സൈഡിലാണ് വെട്ടുന്നത്. ഇങ്ങനെ അടിക്കുകയല്ല, ഒരു വെട്ടാണ്. സൈഡിൽ വെട്ടുകൊണ്ട് ഉടയാനിടയായാൽ മരണം ആ സെക്കൻഡിലേ ഉണ്ടാവും. മരണത്തെ പിന്നെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അത്രയും വലിയ മർമ്മസ്ഥാനമാണ്. പക്ഷേ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ വെട്ടുന്നതുകൊണ്ട് ബോധക്കേടേ വരുള്ളൂ. ധൈര്യമായിട്ട് ചെയ്യാം. എങ്കിലും ശ്രദ്ധിക്കുക, ശക്തി കൂട്ടരുതും. കരാട്ടയൊക്കെ പഠിച്ചവർ ഷൂട്ട് കണ്ടിട്ടില്ലേ? ഓടുകളൊക്കെ മരയോട് അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് വെട്ടുന്നത് കണ്ടിട്ടില്ലേ? പൊട്ടിച്ച് അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു അടി കിട്ടിയ ആ പ്ലോട്ടിലെ മരണമാണ് കേട്ടോ. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. ഇത് നമ്മൾ സാധാരണ രീതിയിലുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമേ ഇത് ചെയ്യാവൂ. ഇത് ചെയ്യുന്നതിൻ്റെ പേര് സോണി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹമാണ് നമ്മുടെ എതിരാളിയെ അടിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പേര് സുഭാഷ് ബാബു. ഇദ്ദേഹമാണ് മർമ്മപ്രയോഗം ചെയ്യാൻ പോകുന്നത്. സുഭാഷ് ബാബുവാണ്. നോക്കുക, ഇവർ ചെയ്യാൻ പോവുകയാണ്, ആക്രമിക്കാൻ പോവുകയാണ്. ശ്രദ്ധയോടുകൂടി കാണുക. റെഡി. കുറച്ച് വലത് കാല് പുറകോട്ട് വയ്ക്കുക. അല്ലേ, കയറി അടിക്കുക. ഓക്കെ, ഇതാണ്. അത്രയേ ഉള്ളൂ. ഒറ്റ വെട്ട്. ആൾ പോയി. ഇത് ശ്രദ്ധയോടുകൂടി നിങ്ങൾ ശക്തി കൂട്ടതും ഞാൻ പ്രത്യേകം പറയാം, പ്രധാനപ്പെട്ട മർമ്മസ്ഥാനമാണ്. ശക്തി കൂട്ടി വെട്ടരുത്, സ്ലോവിൽ വെട്ടുക. ആളെ നിങ്ങൾ അക്രമിയെ കീഴ്പ്പെടുത്താൻ ഒരാളെ ഒരു ചെറിയ വെട്ട് മതി. നിങ്ങൾ ഇതെല്ലാം കണ്ട് കേടുകൂടാതെ കേടുവരുത്താതെ പരസ്പരം ചെയ്യുക. ഞങ്ങളെ ഈ വിദ്യ കാണാൻ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.